ഹായ് ഫ്രണ്ട്സ്, ഞാൻ സച്ചിദേവി, ലാവൻഡർ ചേർത്തല. നമ്മൾ ഇന്ന് നല്ല അടിപൊളി ഓണം കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കളക്ഷൻസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നേരത്തെ വരാൻ സാധിക്കുന്നവരൊക്കെ നേരത്തെ തന്നെ വരിക. നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ്. ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിൻ്റെ വടക്കുവശാണ് ഷോപ്പ് വരുന്നത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കളക്ഷൻസ് കണ്ടു തുടങ്ങി. ലാവൻഡർ കിഡ്സ് ആൻഡ് ക്വീൻസ്, ടെമ്പിൾ റോഡ്, ചേർത്തല. ഫസ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് അടിപൊളി മോഡലാണ്. ടിഷ്യൂവിൽ വരുന്ന സൈഡ് സ്ലിറ്റ് കുർത്തിയാണ്. നെക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വൈഡായിട്ടുള്ള റൗണ്ട് നെക്ക് വന്നിട്ട് യോക്കിലായിട്ട് ത്രെഡ് വർക്കും വരുന്നുണ്ട്, ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട്. അത് ക്ലോസർ വരുമ്പോൾ വ്യക്തമായിട്ട് കാണിച്ചു തരാം. സ്ലീവ് ഇതേപോലെ 3/4 സ്ലീവ് വരും. വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് സ്ലീവ് വന്നിരിക്കുന്നത്. സ്ലീവിൻ്റെ എൻഡിലായിട്ടും സെയിം തന്നെ ഒരു ടിഷ്യൂ ബോർഡർ വരുന്നുണ്ട്. അതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് 15 ആണ് വരുന്നത്. ടോപ്പ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ്. കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നതും 46 ആണ്. ടോപ്പിൻ്റെ ഹെമ്മിലായിട്ടും ഗോൾഡൻ ബോർഡർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം, ലാർജ്, XL, XXL, 3XL സൈസിലാണ്. പ്രൈസ് വന്നിരുന്നത് 699 ആണ്. ഇതാണ് എൻ്റെ ക്ലോസറി വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് യോക്കിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട്, ത്രെഡ് വർക്കും വന്നിട്ടുണ്ട്. ഒരു പീച്ച് ഷെയ്ഡിലാണ് കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത്. സ്ലീവ് ഇതേപോലെ 3/4 സ്ലീവ് വരും. അതിൻ്റെ എൻഡിലായിട്ടും ആ ഒരു ഗോൾഡൻ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത്. ഇതേപോലെ വരും. ഹെമ്മിലായിട്ടും ഗോൾഡൻ ബോർഡർ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് പാറ്റേൺ നോക്കാം. നെക്സ്റ്റ് വരുന്ന മോഡൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നെക്ക് പാറ്റേൺ വ്യത്യാസമുണ്ട്. യോക്കിലായിട്ട് ഇതേപോലെ ഫുള്ളും വർക്ക് വരുന്നുണ്ട്. എംബ്രോയ്ഡറി വർക്കും ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട്. അത് യോക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. സൈസസും പ്രൈസും എല്ലാം സെയിം തന്നെയാണ്. ജസ്റ്റ് ആ മോഡൽ ഒന്ന് കണ്ടുപോയാൽ മതി. എല്ലാത്തിൻ്റെയും കറക്റ്റ് പിക്ചർ നമ്മൾ സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക. നെക്സ്റ്റ് പാറ്റേൺ നോക്കാം. ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്ന പാറ്റേൺ. ഇതേപോലെ ഒരു ലീഫ് ഡിസൈനും സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് ആ ഒരു കട്ട് ബീഡ്സ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ചെറിയ ചെറിയ നോട്ട് കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു പിങ്ക് ഷെയ്ഡിൽ. നെക്സ്റ്റ് പാറ്റേൺ നോക്കാം. നെക്സ്റ്റ് വരുന്ന മോഡൽ ഈ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. കോട്ടണിൽ ഗോൾഡൻ ചെക്സ് ആണ് വരുന്നത്. ഗോൾഡൻ ചെക്സ് ആണ് ഇതേപോലെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ യോക്കിലായിട്ട് വേറൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ്, അത് കോട്ടൺ സിൽക്കിലാണ് വരുന്നത്. അതിൽ തന്നെ ചെറിയ ചെറിയ ഗോൾഡൻ പാച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവ് ഇതേപോലെ വരും. വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് സ്ലീവ് വരുന്നത്. ഇതേപോലെ വരും. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഫുള്ളും ഗോൾഡൻ ചെക്സ് ഇപ്പോൾ ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഈ ഒരു മോഡൽ കാണാനായിട്ട്. നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ബോട്ടം ഷോളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 599 ആണ്. ഇത് ലാർജ്, XL, XXL സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് മുമ്പ് കാണിച്ച പാറ്റേൺ വരുന്നത് ലാർജ്, XL, XXL, 3XL സൈസിലാണ്. നെക്സ്റ്റ് മോഡൽ നോക്കാം. നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ജോർജറ്റിൽ വരുന്ന സൈഡ് സ്ലിറ്റ് കുർത്തിയാണ്. ഫസ്റ്റ് ഷെയ്ഡ് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ്. നെക്കിന് താഴത്തേക്ക്, അതായത് സെൻറ്റർ പോർഷൻ മാത്രമാണ് യോക്കിൽ ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ക്ലോസർ വരുമ്പോൾ വ്യക്തമായിട്ട് കാണിച്ചു തരാം. സ്ലീവ് ഇതേപോലെ 3/4 സ്ലീവ് ആണ് വരുന്നത്. 15 ആണ് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത്. ലൈനിങ്ങോട് കൂടിയാണ് സ്ലീവ് വന്നിരിക്കുന്നത്. കുർത്തി വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റ് ആണ്. ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് 46 ആണ്. ഇത് നമുക്ക് മീഡിയം, ലാർജ്, XL, XXL സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ പ്രൈസ് വരുന്നത് 639 ആണ്. ഇതാണ് എൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് വരുന്നത്. അതിലൊരു റെഡ് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിലാണ് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. യോക്കിലായിട്ട് ഒരു സെൻറ്റർ പോർഷനിലാണ് ആ ഒരു വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതിൽ റെഡ് ത്രെഡ് വർക്കാണ് വരുന്നത്. ഗോൾഡൻ കട്ട് ബീഡ്സ് വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സ്ലീവ് ഇതേപോലെ 3/4 സ്ലീവ് വരും. ലൈനിങ്ങോട് കൂടിയാണ് സ്ലീവ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ളൊരു കളറാണ്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ ക്ലോസറി വരുന്നത്. ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിൽ സെൻറ്റർ പോർഷനിലായിട്ട് ത്രെഡ് വർക്കും വരുന്നുണ്ട്. ഒരു പീച്ച് ത്രെഡ് വർക്കും ഗോൾഡൻ കട്ട് ബീഡ്സ് വർക്കാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡാണ്. ചിലപ്പോൾ ക്യാമറയിൽ റോയൽ ബ്ലൂ ആയിട്ടായിരിക്കും തോന്നുന്നത്. കറക്റ്റ് കളർ വരുന്നത് ടീൽ ബ്ലൂ ആണ്. നമ്മൾ സൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം. ഇതാണ് എൻ്റെ ക്ലോസറി വരുന്നത്. നല്ല ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡിൽ ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത് റെഡിലാണ്. ഗോൾഡൻ കട്ട് ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു പേസ്റ്റൽ ലാവൻഡർ ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ ക്ലോസറി വരുന്നത്. ഒരു പേസ്റ്റൽ ലാവൻഡർ ഷെയ്ഡിൽ മജന്തയാണ് ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഗോൾഡൻ കട്ട് ബീഡ്സും വരുന്നുണ്ട്. നെക്സ്റ്റ് കളർ നോക്കാം.
നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണേ. ഇതാണ് എൻ്റെ ക്ലോസറി വരുന്നത്. ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് നേവി ബ്ലൂ ആണ്. അതിനോടൊപ്പം തന്നെ ഗോൾഡൻ കട്ട് ബീഡ്സും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് വൈൻ ഷെയ്ഡാണേ. ഇതാണ് എൻ്റെ ക്ലോസറി വരുന്നത്. ഡാർക്ക് വൈൻ ഷെയ്ഡിൽ ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഓറഞ്ച് ഷെയ്ഡിലാണ്. അതിനോടൊപ്പം തന്നെ ഗോൾഡൻ കട്ട് ബീഡ്സും വരുന്നുണ്ട്. ഫോട്ടോയിൽ ചിലപ്പോൾ യെല്ലോ ഷെയ്ഡായിട്ടായിരിക്കും ഈ ഒരു ത്രെഡ് വർക്ക് അതായത് ഫ്ലവർ ഡിസൈൻ കാണുന്നത്. കറക്റ്റ് കളർ വരുന്നത് ഓറഞ്ച് കളറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കണ്ട നമ്മുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് നമ്മുടെ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഈ വീഡിയോയുടെ അവസാനമായിട്ട് നമ്മളൊരു ഷോർട്ട് വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. പിന്നെ നമുക്ക് 2 കൊറിയർ സർവീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് വരുന്നത് DTDC ആണ്. DTDC ആകുമ്പോൾ കൊറിയർ ചാർജ് വരുന്നത് 50 രൂപയാണ്. 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും DTDC ആണെന്നുണ്ടെങ്കിൽ. പിന്നെ വേറൊരു കാര്യം, DTDC നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്ലേസ് അതിൻ്റെ സർവീസ് ഏരിയ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങളത് ചൂസ് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇന്ത്യൻ പോസ്റ്റിൻ്റെ സ്പീഡ് പോസ്റ്റ് ആണ് മറ്റൊന്ന് വരുന്നത്. അതിൻ്റെ കൊറിയർ ചാർജ് വരുന്നത് 60 രൂപയാണ്. സ്പീഡ് പോസ്റ്റ് ആകുമ്പോഴേക്കും പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരും. അതെവിടെയാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റ്മാൻ എത്തിച്ചു തരുന്നതായിരിക്കും. 4-5 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. യൂട്യൂബിൽ കൂടി എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ലാവൻഡർ ടീംസ് ആൻഡ് ട്രെൻഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ വരും. ചാനലും വീഡിയോസും വരും. അതിൽ നമ്മൾ ചാനൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും അതിൽ കാണാൻ സാധിക്കും. അതിലേത് വീഡിയോ ആണോ വേണ്ടത് അത് പ്ലേ ചെയ്യുക. പ്ലേ ചെയ്യുമ്പോൾ നോർമലി ഒരു അഡ്വർടൈസ്മെൻറ്റ് വരും. അത് സ്കിപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ താഴത്തേക്ക് ഒരു ആരോ ബട്ടൺ കണ്ടോ, അതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആവും. നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന 3 മോഡലാണെങ്കിൽ ആ 3 മോഡൽസിൽ എത്ര കളേഴ്സ് ഉണ്ടോ ആ കളേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലിങ്ക്സ് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണോ വേണ്ടത്, ഇപ്പോൾ ഞാനൊരു ബർഗണ്ടി ഷെയ്ഡ് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബർഗണ്ടി ഷെയ്ഡാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആ ബർഗണ്ടി ഷെയ്ഡിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഡയറക്റ്റായിട്ട് ഞാൻ നമ്മുടെ സൈറ്റിലോട്ട് ആ ഒരു പ്രോഡക്റ്റിലേക്കാണ് ഞാൻ പോയത്. അപ്പോൾ അതിൽ കാണാൻ സാധിക്കും 679 അതിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ചൂസ് ആൻ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു, അവിടെ എക്സൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഡിസേബിൾ ആണ്, അവിടെ കാണുന്നില്ല. അതിനർത്ഥം ആ എക്സൽ എന്ന് പറയുന്ന ഒരു വേരിയേഷൻ നമുക്കത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നാണ് കേട്ടോ. ബാക്കി അതിൽ ഞാൻ ലാർജ് ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ലാർജ് സെലക്ട് ചെയ്യുമ്പോൾ ലാർജിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് അതിൻ്റെ താഴെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫാബ്രിക് ഏതാണെന്നും അതിൻ്റെ കളർ ഏതാണെന്നും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് പ്ലസും മൈനസും ഉണ്ട്. ആ സെയിം ഐറ്റം ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. എന്നിട്ട് ഞാനത് ആഡ് ടു കാർട്ട് കൊടുത്തു. എന്നിട്ട് കാർട്ടിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് അവിടെ വന്ന് കിടപ്പുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് കണ്ടോ കണ്ടിന്യൂ ഷോപ്പിംഗ് എന്നുണ്ട്, അപ്ഡേറ്റ് കാർട്ട് എന്നുണ്ട്. കണ്ടിന്യൂ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റും കൂടെ പർച്ചേസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ഷോപ്പിംഗ് കൊടുക്കാം. എനിക്കിപ്പോൾ ഈ ഒരു ഐറ്റം മാത്രം മതി, അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് കാർട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബില്ലിംഗ് അഡ്രസ്സ് ആണ്. ബില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഡീഫോൾട്ട് ആയിട്ടൊരു ഫേക്ക് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫേക്ക് അഡ്രസ്സിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം താഴത്ത് കണ്ടോ ക്രിയേറ്റ് ആൻ അക്കൗണ്ടും ഉണ്ട്, ഷിപ്പ് ടു ഡിഫറൻറ്റ് അഡ്രസ്സും ഉണ്ട്. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈറ്റിൽ നിന്നും ഇനിയും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം പുതിയ പുതിയ കളക്ഷൻസ് വരുമ്പോഴും പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഷിപ്പ് ടു എ ഡിഫറൻറ്റ് അഡ്രസ്സ് കൊടുക്കാം. അതാകുമ്പോൾ ഷിപ്പിംഗ് അഡ്രസ്സ് വേറെ കൊടുക്കുക, ബില്ലിംഗ് അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ UPI ഉണ്ട്, കാർഡ് വഴി ചെയ്യാം. ഇപ്പോൾ UPIയിൽ തന്നെ നമുക്ക് ഗൂഗിൾ പേ വരുന്നുണ്ട്, ഫോൺ പേ, പേടിഎം, ഇനി എന്തെങ്കിലും അതർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിവിടെ UPI സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. UPI ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നേരിട്ട് നമ്മുടെ UPI അക്കൗണ്ടിലേക്ക് പോകുന്നു, ആ പേയ്മെൻറ്റ് നടക്കുന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പേയ്മെൻറ്റ് ആകുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, നമ്മുടെ പേയ്മെൻറ്റ് ഓക്കെ ആയി. നമ്മൾ പേയ്മെൻറ്റ് അടച്ചു, താങ്ക് യു എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. താഴത്ത് നമ്മുടെ ഓർഡർ നമ്പർ വന്നിട്ടുണ്ട്, അതിൻ്റെ സ്റ്റാറ്റസ് പ്രോസസ്സിംഗ് ആണ്, നമ്മൾ അടച്ച പേയ്മെൻറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ആയി